ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നിഫ്റ്റിയുടെ ലെവൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റി 24,871 അപ്സൈഡ് ലിക്വിഡിറ്റി. അത് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ. അപ്പോൾ ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഡൗൺ സൈഡ് ആണെങ്കിൽ 24,737 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാം. ഈ രണ്ട് ലെവൽസാണ് ഇപ്പോൾ നിഫ്റ്റിയിലുള്ളത്. നമുക്ക് ഓൾറെഡി അപ്സൈഡ് ടാപ്പ് ചെയ്തുകൊണ്ട് താഴേക്കായിരിക്കും ആദ്യ ട്രേഡ് നമുക്ക് വരും. ഈവൻ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും പോലും അപ്സൈഡ് ലിക്വിഡിറ്റി 55,529 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യമായിട്ട് പോയത്. ഡൗൺ സൈഡ് 55,37 താഴേക്ക് വരികയാണെങ്കിലാണ് അപ്സൈഡിലേക്ക് നോക്കുക. ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഡൗൺ സൈഡിലേക്കായിരിക്കും ട്രേഡ്. ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നലെ നമ്മൾ എടുത്ത ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, മറ്റേ യൂറോ USD നമുക്ക് 70,000 ആയിരുന്നു പ്രോഫിറ്റ് വെച്ച് കറക്റ്റായിട്ട് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ട്രേഡ്. പക്ഷേ ഞാൻ എൻ്റെ SL അടിച്ച് ഞാൻ ട്രെയിലിങ് 35,000 അടിച്ചതാണ്. 1:15 ആയിരുന്നു. പക്ഷേ നമുക്ക് 1:7-8 റേഞ്ചിലാണ് കിട്ടിയത്. ആ ഒരു SL അടിച്ച ഏരിയയാണ് ഏറ്റവും ദിവസം. SL ഏറ്റവും പിക്കിൽ, അതായത് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത സമയത്ത് ഈ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു 34,000 ഒരു 33 ട്രെയിലിംഗ് വെച്ചിരുന്നെങ്കിൽ അടിക്കില്ലായിരുന്നു തോന്നുന്നുണ്ട്. അടിപൊളിയായിട്ട് അവിടെ തന്നെ തൊട്ടിട്ട് കറക്റ്റായിട്ട് ടാർഗറ്റിലേക്ക് വന്നു മാർക്കറ്റ്. ആ ഒരു സിംഹൈൻ്റെ മുകളിൽ വെച്ചാലും മതിയായിരുന്നു. ഞാൻ ആ എമൗണ്ട് വെച്ച് പൈസ ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും മിക്കവാറും. ഏതായാലും 1:15 കിട്ടേണ്ട ട്രേഡാണ്. 1:7 ഇറങ്ങേണ്ടി വന്നു. കുഴപ്പമില്ല. ഏതായാലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സമയം 10:03 ആയിട്ടുണ്ട്. നമ്മളെ ഇന്ത്യൻ എന്താ പറയുക നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ഡൗൺ സൈഡിലേക്ക് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം രാവിലെ ഞാൻ പറഞ്ഞു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് താഴേക്ക് നോക്കാമെന്ന്. പക്ഷേ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഏകദേശം ഏകദേശം എൻട്രി ഏരിയൻ്റെ തൊട്ടടുത്താണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ എൻട്രി നിഫ്റ്റിയിലാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു 1 മിനിറ്റിലെ ഒരു IDX ഏരിയൻ്റെ തൊട്ടടുത്താണ്. ആ ഒരു ഏരിയൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുക്കേണ്ട ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ 55,550 റേഞ്ചിലേക്കായിരുന്നു ഡയറക്റ്റ് എൻട്രി ഉണ്ടാവുക. പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് 55,500 എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ലെവലിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് ബാങ്ക്. അപ്പോൾ ഓൾറെഡി അവിടെ കുറച്ച് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പ്രതീക്ഷ കൊണ്ടാണ് ഇവിടെ എടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് എടുക്കേണ്ടെന്ന് വിചാരിച്ചാൽ നിഫ്റ്റിയിൽ ബാങ്കിൽ എടുക്കണം എന്നായിരുന്നു പ്ലാന്. പക്ഷേ 55,500 എന്നുള്ള ലിക്വിഡിറ്റി ഓൾറെഡി ബാങ്കും ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ ഒരു ഡൗൺ സൈഡ് എൻട്രി കൺസിഡർ ചെയ്യാം. അത് ഓൾമോസ്റ്റ് 50 പോയിൻറ്റിൻ്റെ അടുത്തുണ്ട് ടാർഗറ്റിലേക്ക്. ഡയലോ എടുക്കുകയാണെങ്കിൽ 50 പോയിൻറ്റ്സ് ഉണ്ടാവും സുഖമായിട്ട്. എന്താ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കാമെന്ന് വരുന്ന വെയിറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി മുകളിലെത്തിയിട്ട്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ആ ടാപ്പ് ചെയ്ത സമയത്ത് എടുക്കാതിരുന്നത്. നിഫ്റ്റിയിൽ നോക്കട്ടെ, ഇനി അങ്ങോട്ട് മുകളിലേക്ക് തന്നെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ താഴേക്കുള്ളൊരു പുട്ട് ഓപ്ഷൻ എടുക്കുന്നു. അതാണ് പ്ലാന്. നോക്കാം. ഇത് പ്രീവിയസ് ഡേൻ്റെ നമ്മൾ നേരത്തെ രാവിലെ മാർക്ക് ചെയ്ത് കാണിച്ചെന്ന ഒരു ഏരിയയിൽ ഓൾറെഡി മാർക്കറ്റ് അപ്സൈഡ് ടാപ്പ് ചെയ്തതിനു ശേഷം ഓക്കെ എൻട്രി എടുക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് നല്ലൊരു സ്പൈക്കാവുന്ന കേട്ടോ. കുറവ് 53 കിട്ടി. 50 കുറവ് മുകളിലേക്ക് തന്നെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുകൊണ്ട് മാർക്കറ്റ് നല്ല പോക്ക് പോയിട്ടുണ്ടല്ലേ. പക്ഷെ പ്രീമിയം അത്ര കണ്ട് വന്നിട്ടില്ല. നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും 55,500 മുകളിൽ എത്തിയിട്ട് വീണ്ടും. പക്ഷെ 550 എത്തിയില്ല. ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി വന്നിട്ടില്ല താഴേക്ക്. ഇനിയിപ്പോൾ മിക്കവാറും ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി വരുമ്പോൾ ഇത് SL അടിച്ചു പോകും. പക്ഷേ നമ്മൾ ഇത് SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യണ്ട. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കൂൾ ആൻഡ് കാം ആയിട്ട് അടുത്തൊരു പ്രൈസ് ആക്ഷനിൽ അടുത്തൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ട്രേഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു SL അടിച്ച് കഴിഞ്ഞാൽ 2000 ആയിരം ലോസ്. ഒരു SL അടിച്ച് കഴിഞ്ഞാൽ ചാടി കയറി അടുത്തതിലേക്ക് ട്രേഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്ക് എപ്പോഴും ഉണ്ടാകും. ആ ഒരു സാധനം ഫസ്റ്റ് നമ്മൾ കൂൾ ഓഫ് ചെയ്യുക. കുഴപ്പമില്ല, ഇനിയിപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇനി നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കി ചെയ്യുക. കാരണം എന്താ പറയുക, നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു ലോസ് വരുമ്പം അതിനെ റിക്കവർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന സംഭവം, എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും ഓവർ ട്രേഡ് ചെയ്യുന്ന ആളുകളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കൂൾ ഓഫ് ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം. ഫസ്റ്റ് ട്രേഡ് SL അടിച്ചു, ഓക്കെ ഫിനിഷ്. നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്ത് ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് ഒന്ന് പുറത്തൊക്കെ പോയി ഒരു പാട്ടൊക്കെ കേട്ടിട്ട് പിന്നെ അടുത്ത ട്രേഡിലേക്ക് ഇറങ്ങാൻ. അപ്പോഴേക്കും ഓപ്പർച്യൂണിറ്റി അടുത്തൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവണേ കുറച്ച് സമയം എടുക്കുമല്ലോ. അല്ലാതെ ഇപ്പോൾ ഒരു എൻട്രി ഇനി വീണ്ടും അതിൻ്റെ മുകളിൽ അങ്ങനെ എടുക്കണ്ട. ചിലപ്പം നമ്മൾ കറക്റ്റ് നമ്മൾ SL അടിച്ചതിന് ശേഷം വീണ്ടും എൻട്രി എടുക്കുമ്പോൾ ടാർഗറ്റ് അടിക്കുന്ന ദിവസങ്ങളുണ്ടാവും. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ പിന്നെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ വരിക. അങ്ങനത്തെ ഒരു പ്രതീക്ഷയിൽ നമ്മൾ
പിന്നെ ഒരു ദിവസമൊക്കെ നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. എസ് എൽ അടിച്ച സാധനം വീണ്ടും നമ്മൾ റീ എൻട്രി എടുത്തപ്പോൾ ടാർഗറ്റ് ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ആ സാധനം ആ ഒരു ഒരു എന്താ പറയുക ഒരു ക്യാരക്ടർ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാലോ ട്രേഡിങ്ങിൽ നമ്മുടെ ഒരു ഡിസിപ്ലിൻ എന്നുള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ബാക്കിയൊക്കെ തനിയെ വന്നോളും. ഇത് എസ് എൽ അടിച്ചാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ റിസ്ക് ഓക്കെയാണ്. ഞാൻ എൻ്റെ 3000 എന്നുള്ള റിസ്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയതുകൊണ്ട് എനിക്കൊരു പ്രോബ്ലം ഇല്ല. മാക്സിമം സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ടാർഗറ്റ് ഏരിയയിലേക്ക് വരുമ്പോൾ എക്സിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി അതല്ല എസ് എൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ അടിച്ചു പോയിക്കോളും. ഓക്കെ, ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം 10:16 നമുക്ക് ഓൾറെഡി 15,000 വരെ പ്രോഫിറ്റ് വന്നതാണ്. നേരത്തെ എത്ര ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വന്നതാണ്. പക്ഷേ അപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റില്ല. 15,700 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി 15,000 16,000 എപ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, നമ്മൾ ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. 17,000 18,000 ബുക്ക് ചെയ്യാം, നമുക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, അവൻ്റെ അമ്മ ബുക്ക് ചെയ്ത സമയത്ത് ടാർഗറ്റ് അടിച്ചും ചെയ്തില്ലേ. 18,000 ഒക്കെ കാണിച്ചത്, പക്ഷേ നമുക്ക് 14,000 കിട്ടിയിട്ടുള്ളൂ. പ്രീമിയം സ്പൈക്കിലേ പെട്ടെന്ന് ആ സ്പൈക്ക് ഉണ്ട് റൈറ്റ് സൈഡിൽ കാണാം. പ്രീമിയത്തിൻ്റെ ചാർട്ട് 90 അപ്പോൾ വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഞാൻ എക്സിറ്റ് ചെയ്ത്. പക്ഷെ എനിക്ക് 80 ബുക്കിങ് കിട്ടിയത്. അതുകൊണ്ടോ ചില സമയത്ത് നേരെ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നേരെ തിരിച്ചുണ്ടാവും. ചില സമയത്ത് 90 കാണുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ കാണാൻ 95 കിട്ടും. പ്രത്യേകിച്ച് എക്സ്പയറി ഡേ ആണ്, മന്ത്ലി എക്സ്പയറിയും ആണ്. പ്രീമിയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്നു പോകും. നമുക്ക് വിചാരിച്ച മാതിരി ഒന്നും ആയിരിക്കില്ല. ടാർഗറ്റ് അടിച്ചിട്ടില്ലല്ലേ? ടാർഗറ്റ് അടിച്ചിട്ടില്ല. ഞാൻ ആ ടാർഗറ്റ് ടാപ്പ് ചെയ്തെന്നുള്ള ലെവലിലാണ് ഇറങ്ങേണ്ടില്ലേ എനില്ലേ. ഒന്നുകൂടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നു. പക്ഷെ ചിലപ്പോൾ അത് ഇനി വീണ്ടും അവിടെ എത്തുമ്പോൾ നേരത്തെ കിട്ടിയ അത്ര 18,000 കിട്ടുമെന്നും അറിയില്ല, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ. കാരണം പ്രീമിയം തീറ്റടിക്കുകയും വരും. പ്രത്യേകിച്ച് വ്യാഴം ആണ്, മന്ത്ലി എക്സ്പയറി ആണ്, എല്ലാം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമുക്കിനി ഫസ്റ്റ് ട്രേഡ് നമ്മളുടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു ചാൻസ് വരട്ടെ. നല്ല ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:16 അതിനിടെ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എസ് എല്ലും അടിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് 2 മിനിറ്റ് കൊണ്ട് കണ്ട് എസ് എൽ അടിച്ചിട്ടുണ്ട്. ഓർഡറിലൂടെ കാണാം നിങ്ങൾക്ക്. എൻട്രി എടുത്ത ടൈം 11 ഇവിടെയാണ് എൻട്രി എടുത്തിരുന്നത്. ഈ ഒരു ക്യാൻഡിൽ അത് അപ്സൈഡിലേക്കുള്ള ട്രേഡ്. ഒരു 5 മിനിറ്റ്സ് ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു. ഇന്നല്ല, പ്രീവിയസ് ഡേൻ്റെ ഒരു 50 മിനിറ്റ്സും ഉണ്ട്, ഇന്നത്തെ ഉണ്ടൊക്കെ ഉണ്ട്. ഒരു നമ്മൾ ഡൗൺ സൈഡ് 24,700 സംതിങ്ങിൻ്റെ മാർക്ക് ചെയ്തില്ല താഴെയുള്ള, അത് ടാപ്പ് ചെയ്തതിന് ശേഷമുള്ള എൻട്രി ആയിരുന്നു. 11:14 12 എൻട്രി, 14 എക്സിറ്റ്, 62 എൻട്രി, 56 എക്സിറ്റ്. അത് വളരെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ എക്സിറ്റ് ആയിട്ടുണ്ട് ഒരു IDXൽ തന്നെ. ഞാൻ വിചാരിച്ചു നല്ല ബുള്ളിഷ് ട്രേഡിന് തന്നെ ചാൻസ് ഉള്ളത്. കാരണം ഇന്ന് മാർക്കറ്റ് ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലാണെങ്കിലും ബാങ്കിലൊക്കെ ആണെങ്കിലും, ബാങ്കിലൊക്കെ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇനി അപ്സൈഡിലേക്ക് പോകാൻ നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് മാർക്കറ്റോ. വലിയൊരു സ്വിംഗ് ലോ നിഫ്റ്റിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ടുണ്ട്. എപ്പോഴും ബുള്ളിഷ് മാർക്കറ്റാണ് ഇപ്പോൾ ഓവറോൾ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നല്ല ബുള്ളിഷ് ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ യൂറോ USDയിൽ ഏതെങ്കിലുമൊക്കെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. അല്ലെങ്കിൽ ബാങ്കിലോ നിഫ്റ്റിയിലോ എടുക്കുകയാണെങ്കിൽ നല്ല ബുള്ളിഷ് ട്രേഡിന് മാത്രം നോക്കാം. ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കും. ഇനി അല്ലെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ ഓൾറെഡി 2 ട്രേഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് സ്കാൽപ്പിംഗ് പോലെ പെട്ടെന്ന് ട്രെയിൽ ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യുള്ളൂ. മാക്സിമം പ്രോഫിറ്റിനൊന്നും വെയിറ്റ് ചെയ്യൂല. യൂറോ USDയിൽ ഓൾറെഡി നമ്മൾ ടാർഗറ്റ് അടിച്ച സമയത്ത് തന്നെ ഒരു 1 ഡേ ടൈം ഫ്രെയിമിന് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ അപ്സൈഡിലേക്കായിരിക്കും യൂറോ USDയിലെ ട്രേഡിംഗ് ചാൻസ് ഉള്ളത്. നോക്കാം, ചാൻസ് ഇല്ല വരുന്നതനുസരിച്ച് ഞാൻ പറയാം. ഓക്കെ, സമയം 2:28 അതിൻ്റെ ഇടയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു അഗെയിൻ മാർക്കറ്റ് 1-2 ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. ഡൗൺ സൈഡ് ട്രേഡ് അടിപൊളി ഒരു ടാർഗറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പ് സൈഡ് ട്രേഡ് ആ എൻട്രി എടുത്തതിന് ശേഷം ഒന്ന് മാർക്കറ്റ് താഴെ ഇറങ്ങിയപ്പോൾ ഞാൻ SL ട്രെയിൽ ചെയ്ത് കൊടുത്താൽ ആ അടിച്ചിട്ട് പോണ പോക്കുണ്ടോ. അപ്പോൾ 40 പോയിന്റ് ഓൾറെഡി പോയി. കാരണം ഞാൻ പറഞ്ഞു ഈ ട്രേഡ് 24,650 ഒരു കോൾ ഓപ്ഷനാണ്. ഞാൻ അതിന് മുമ്പൊക്കെ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ട്. ഒരു 12:30 ശേഷമൊക്കെ ലിക്വിഡിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്ന എൻട്രി ഒന്നുമില്ല. അപ്പോൾ ആ ഒരു സാധനം എൻ്റെ SL അടിച്ചിട്ട് 40 പോയിന്റ് വീണ്ടും പോയി. അതായത് ബുള്ളിഷിനാണ് ഞാൻ പറഞ്ഞില്ല, ബുള്ളിഷ് ട്രേഡിനാണ് ഞാനൊരു പ്രോബബിലിറ്റി കൊടുക്കുന്നത്. ബാരിഷ് ആയിട്ടുള്ളൊരു ട്രേഡും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് ശരിക്കും ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. ചെറിയ ടാർഗറ്റ് 1:5 അടുത്തൊക്കെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ട്രേഡില്ല, ഞാൻ അപ്പ് സൈഡിലേക്ക് തന്നെ നോക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ്.
പക്ഷേ ഇതൊരു ലാസ്റ്റ് ട്രേഡായി, മൂന്നാമത്തെ ട്രേഡായതുകൊണ്ട് പിന്നെ സ്കാൽപ്പിംഗ് യൂസ് ചെയ്ത് അത്യാവശ്യം പ്രോഫിറ്റ് കയറിയപ്പോൾ വേഗം ട്രെയിൽ ചെയ്തതാണ്, തൊട്ടടുത്തായി പോയി ട്രെയിലിങ്. കുഴപ്പമില്ല, ഏതായാലും പോട്ടെ. ഏതായാലും 2 ട്രേഡ് നമ്മൾ ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പെട്ടെന്നൊരു നമ്മളൊരു എന്താ പറയുക സ്കാൽപ്പിംഗ് രീതി ചെയ്യാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ബെയറിഷ് നോക്കണ്ടെന്ന് ഞാൻ നിങ്ങളോട് രാവിലെ തന്നെ പറഞ്ഞു, നോക്കില്ല എന്ന് പറയാൻ കാരണം ഒരു ചെറിയൊരു ഇൻറ്റ്യൂഷൻ പോലെ തോന്നുക. മാർക്കറ്റ് നല്ല ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ ട്രെൻഡ് ലൈനും മറ്റേതൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പിന്നെ ഓവറോൾ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആയതുകൊണ്ട് ഒരു പ്രതീക്ഷ അപ്പ് സൈഡ് പോകുന്നു. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്, ഇനി ഏതായാലും ഒന്നും ട്രേഡ് ചെയ്യുന്നില്ല, ഇനി എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, മാർക്കറ്റ് എക്സ്പയറി അല്ലേ. ഏതായാലും നമുക്ക് അടുത്ത ദിവസം നോക്കാം, നല്ല അവസരങ്ങൾ വരുമ്പോൾ നാളെ ട്രേഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.